Hi everybody, AEC, English Language Skills for Sciences, Semester 2nd. So today we are going to discuss the first module, third chapter. The title of the chapter is The Stars. The Stars, it's a beautiful short story. A beautiful short story written by Arthur C. Clarke, a notable British fictional writer, British fictional short story writer. So when we come to this story, we can see that the story is a science fiction short story. The elements of science is mixed with this story. ഈ ഒരു കഥ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ക്വസ്റ്റ്യനിങ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, അതുപോലെ തന്നെ സയൻറ്റിഫിക് ഡിസ്കവറീസ്, അതുപോലെ തന്നെ ദ വേൾഡ് ഓഫ് യൂണിവേഴ്സ്, ക്വസ്റ്റ് ടു അൺനോൺ തുടങ്ങിയ ഒരുപാട് മൾട്ടിപ്പിൾ തീംസ് ഡിസ്കസ് ചെയ്യുന്ന മനോഹരമായ ഒരു കൊച്ചു ഷോർട്ട് സ്റ്റോറിയാണ് ഈ പറയുന്ന സയൻസിൻ്റെ ആസ്പെക്റ്റുകളൊക്കെയുള്ള ഒരു കൊച്ചു ഷോർട്ട് സ്റ്റോറിയാണ് ഈ പറയുന്ന ദ സ്റ്റാർസ്. സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ ദ സ്റ്റോറി ഈസ് കോൾഡ് ആസ് സയൻസ് ഫിക്ഷൻ ഷോർട്ട് സ്റ്റോറി. സയൻസിൻ്റെ എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ സയൻസ് ഫിക്ഷൻ ഷോർട്ട് സ്റ്റോറി എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. സോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് പറയാം. സോ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. Okay, now let's discuss the plot of the story, The Star. See, the first point, the narrator, an astrophysicist who is also a Jesuit priest, recently led a team of explorers into a remote star system, and now he is sitting in his cabin analyzing the results. So, ഈ ഒരു സ്റ്റോറിയിൽ നരേറ്റർ എന്ന് പറയുന്നത് ഒരു ആസ്ട്രോഫിസിസിസ്റ്റാണ്. അപ്പോൾ ഈ സ്റ്റോറി നമുക്ക് നെറേറ്റ് ചെയ്ത് പറഞ്ഞു തരുന്ന അയാൾ, ആ ഒരു നെറേറ്റർ ഓഫ് ദി സ്റ്റോറി, അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസിസ്റ്റാണ്. എന്താണ് ആസ്ട്രോഫിസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മാൻ ഹൂ സ്റ്റഡി ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്ട്രക്ചർ ഓഫ് സ്റ്റാർസ്, പ്ലാനറ്റ്സ് ആൻഡ് അതർ നാച്ചുറൽ ഒബ്ജക്ട്സ് ഇൻ സ്പേസ്. ഓക്കെ, സോ ആസ്ട്രോഫിസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അദ്ദേഹമാണ് നമ്മുടെ കഥയിൽ നെറേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഹു ഈസ് ഓൾസോ എ ജെസ്യൂട്ട് പ്രീസ്റ്റ്. അദ്ദേഹം ഒരു പ്രീസ്റ്റ് കൂടിയാണ് കേട്ടോ. ജെസ്യൂട്ട് പ്രീസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജെസ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മെമ്പർ ഓഫ് ജീസസ് സൊസൈറ്റിയാണ്. സോ ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു പ്രീസ്റ്റ് കൂടിയാണ് അദ്ദേഹം. റീസെൻ്റ്ലി ലെറ്റ് എ ടീം ഓഫ് എക്സ്പ്ലോറേഴ്സ് ഇൻ ടു എ റിമോട്ട് സ്റ്റാർ സിസ്റ്റം. അപ്പോൾ ഈ കഥയിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കുറച്ച് എക്സ്പ്ലോറേഴ്സുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, സ്പേസ് ട്രാവൽ നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ടീമുണ്ട്, എക്സ്പ്ലോറേഴ്സിൻ്റെ ഒരു ടീമുണ്ട്. അവരെ ലീഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ നരേറ്റർ, ആസ്ട്രോഫിസിസിസ്റ്റും അതുപോലെ തന്നെ ജീസസ് പ്രീസ്റ്റും ആയ നമ്മുടെ നരേറ്റർ. അപ്പോൾ അദ്ദേഹം കുറച്ച് പേരെയും കൊണ്ട് അദ്ദേഹം സ്പേസ് ട്രാവൽ നടത്തുകയാണ്. ഒരു റിമോട്ട് സ്റ്റാർ സിസ്റ്റം അങ്ങോട്ടേക്ക് ഇവർ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് പോവുകയാണ്, സ്പേസിലേക്ക് പോവുകയാണ്. ആൻഡ് നൗ ഹി ഈസ് സിറ്റിംഗ് ഇൻ ഹിസ് ക്യാബിൻ. ഇപ്പോൾ ഇദ്ദേഹം തൻ്റെ ക്യാബിനിൽ ഇരുന്നുകൊണ്ട് ആൻഡ് ഹീസ് അനലൈസിങ് ദ റിസൾട്ട്, താൻ കണ്ടെത്തിയ കണ്ടെത്തലുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം നോക്കി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ പ്രീസ്റ്റ് ഹാസ് നോട്ട് ബീൻ ദ സെയിം സിൻസ് ട്രാവലിംഗ് ഇൻ ടു ഡീപ്പ് സ്പേസ്. ഹി ഡൗട്ട്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ആൻഡ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. നോക്കൂ, ദ പ്രീസ്റ്റ് ഹാസ് നോട്ട് ബീൻ ദ സെയിം സിൻസ് ട്രാവലിംഗ് ഇൻ ടു ഡീപ്പ് സ്പേസ്. അപ്പോൾ ഈ ഒരു പ്രീസ്റ്റ് എന്ന് പറയുന്നത് ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പുള്ള അദ്ദേഹവും ഇപ്പോഴത്തെ അദ്ദേഹവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്, മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. ഹി ഡൗട്ട്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഇപ്പോൾ ഇദ്ദേഹം ആ ഒരു ക്യാബിനിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഡൗട്ട് അടിക്കുകയാണ്. ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവം ഉണ്ടോ എന്നുള്ളത്. ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ആൻഡ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഓക്കെ, അപ്പോൾ മരണത്തിന് ശേഷം ഉള്ള ജീവിതം, അതിനെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ്, അതിലൊക്കെ അദ്ദേഹത്തിനൊരു സംശയം, ഡൗട്ട് തോന്നുകയാണ്. ഹി ഹാസ് നോട്ട് ടോൾഡ് എനി വൺ വാട്ട് ട്രിഗേർഡ് ഹിസ് റിലീജിയസ് ഡൗട്ട്സ്. സോ തൻ്റെ റിലീജിയസ് ഡൗട്ട്സിനെ ട്രിഗർ ചെയ്തത് എന്താണെന്നുള്ളത് അദ്ദേഹം ആരോടൊന്നും പറയുന്നില്ല. ദ സ്റ്റോറി എക്സ്പ്ലോർസ് ദിസ് ക്വസ്റ്റ്യൻ. ദ പ്രീസ്റ്റ് ക്ലെയിംസ് ദാറ്റ് ഹി വൺസ് ബിലീവ്ഡ് ഇൻ ഗോഡ്സ് ഗ്രേസ് ആൻഡ് മേഴ്സി. പ്രീസ്റ്റ്, നമ്മുടെ ഈ സ്റ്റോറിയിലെ നരേറ്ററായ അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു എന്ന് പറയുകയാണ്. ഹി ക്ലെയിംസ് ദാറ്റ് ഹി വൺസ് ബിലീവ്ഡ് ഇൻ ഗോഡ്സ് ഗ്രേസ് ആൻഡ് മേഴ്സി. ദൈവത്തിൻ്റെ ഗ്രേസ്, അനുഗ്രഹം, മേഴ്സി, കരുണ, അതിലൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം.
ഹി തോട്ട് ഗോഡ് ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചിരുന്നു ദൈവമാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്, പ്രപഞ്ച സൃഷ്ടാവാണ് ദൈവം. ദ സ്റ്റാർസ്, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണ്. ആൻഡ് അവർ സോളാർ സിസ്റ്റം, നമ്മുടെ ഈ ഒരു സോളാർ സിസ്റ്റം, സൗരയൂഥം സൃഷ്ടിച്ചത് ദൈവമാണ് എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചിരുന്നു. ഹി ഓൾസോ ബിലീവ്ഡ് ദാറ്റ് ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമൻസ് ഫോർ എ സ്പെഷ്യൽ ഡിവൈൻ പേർപ്പസ് ദാറ്റ് വി ഓൺലി ഡിസ്കവർ ആഫ്റ്റർ ഡെത്ത്. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവമാണ്, ഭൂമി സൃഷ്ടിച്ച ദൈവമാണ്, ഭൂമിയിലെ മനുഷ്യരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ഓരോ മനുഷ്യനും അവൻ്റെ സൃഷ്ടിയിൽ ഓരോ പേർപ്പസ് ഉണ്ട്, ഒരു ഡിവൈൻ പേർപ്പസ് ഉണ്ട്. ഡിവൈൻ പർപ്പസ് എന്ന് പറയുമ്പോൾ ദൈവികമായൊരു പർപ്പസ്, ഉദ്ദേശം ഉണ്ട്. ആൻഡ് വി ഓൺലി ഡിസ്കവർ ആഫ്റ്റർ ഡെത്ത്, മരണശേഷമേ നമുക്കത് കണ്ടെത്താൻ പറ്റൂ. അങ്ങനെ കുറേയധികം കാര്യങ്ങളിൽ, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് പറയുകയാണ്. Now ഇപ്പോൾ സറൗണ്ടഡ് ബൈ സ്റ്റാർസ്, ഇപ്പോൾ ഇദ്ദേഹം ഭൂമിയിലല്ല, സ്പേസിലാണ്. സറൗണ്ടഡ് ബൈ സ്റ്റാർസ്, ഒരുപാട് ഗ്രഹങ്ങളാലും നക്ഷത്രങ്ങളാലും ചുറ്റപ്പെട്ട ആ ഒരു സ്പേസിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ താൻ വിശ്വസിച്ചിരുന്നതൊക്കെ ശരി തന്നെയാണോ എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയാണ്. ഓക്കെ, നൗ സറൗണ്ടഡ് ബൈ സ്റ്റാർസ് ആൻഡ് 3000 ലൈറ്റ് ഇയേഴ്സ് ഫ്രം ദ വത്തിക്കാൻ. അതായത് 3000 പ്രകാശവർഷം അകലെയാണ്, വത്തിക്കാനിൽ നിന്നും ഇപ്പോൾ 3000 പ്രകാശവർഷം അകലെയാണ്, ഭൂമിയിൽ നിന്നും അത്രയും ഡിസ്റ്റൻസിലാണ് ഇദ്ദേഹം നിൽക്കുന്നത്. ദ പ്രീസ്റ്റ് ഡൗട്ട്സ് എവറിത്തിങ്. അവിടെ അങ്ങ് നിൽക്കുന്ന സമയത്ത് പ്രീസ്റ്റിനെല്ലാം സംശയമായിട്ടാണ് തോന്നുന്നത്. താൻ ഇതുവരെ വിശ്വസിച്ച് പോന്നിരുന്നതെല്ലാം കെട്ടുകഥകളായിരുന്നോ, വെറുതെ ആയിരുന്നോ, മിഥ്യയായിരുന്നോ എന്ന തോന്നലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. ഇഫ് ദർ ഈസ് എ ഗോഡ് ഹി ഈസ് നോട്ട് കൈൻഡ് ഓർ മേഴ്സിഫുൾ. ഇനി ദൈവം ഉണ്ട് എങ്കിൽ അദ്ദേഹം, ദൈവം എന്ന് പറയുന്നത് ഹീസ് നോട്ട് കൈൻഡ് ഓർ മേഴ്സിഫുൾ, അദ്ദേഹം ദയാലുവായ അതല്ലെങ്കിൽ ഒരു മേഴ്സിഫുൾ ആയിട്ടുള്ള കരുണയുള്ള ഒരാളല്ല എന്ന് അദ്ദേഹം നരേറ്റർ പറയുകയാണ്. ഹീ ഡസ് നോട്ട് ഷെയർ ഹിസ് ഡൗട്ട്സ് വിത്ത് ദ ടീം ജസ്റ്റ് യെറ്റ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത്രയധികം ചിന്തകളുടെ വേലിയേറ്റങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് അദ്ദേഹം തൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള ഒരു ടീമിനോട് അദ്ദേഹം ഷെയർ ചെയ്യുന്നില്ല. ദ ലവ് ടു ജോക്ക് അറൗണ്ട് ആൻഡ് ക്വസ്റ്റ്യൻസ് ഹിസ് ഫെയ്ത്ത്. അപ്പോൾ അതുപോലെ തന്നെ അവിടെയുള്ള കൂടെയുള്ള ഒരു ടീം, അവർ കുറേ കളിയും ചിരിയും തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ആൻഡ് ദ ലവ് ടു ജോക്ക് അറൗണ്ട് ആൻഡ് ക്വസ്റ്റ്യൻ ഹിസ് ഫെയ്ത്ത്. അവിടെ നരേറ്റർ ഒരു പ്രീസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം പ്രീസ്റ്റ് മാത്രമല്ല, അദ്ദേഹം ആസ്ട്രോഫിസിസ്റ്റും ആണ്. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റിന് ഒരു പ്രീസ്റ്റ് ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് ആയുള്ള ഒരാൾ എങ്ങനെയാണ് ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആവുക? കാരണം നമുക്കറിയാമല്ലോ, സയൻസും റിലീജിയനും തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. സയൻസും ഇപ്പോൾ നമ്മൾ സയൻസ് ആൻഡ് ഡോഗ്മ എന്നുള്ള ചാപ്റ്ററിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഫസ്റ്റ് സെമസ്റ്ററിലെ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സയൻസും റിലീജിയനും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ പോരാട്ടങ്ങളെയും കുറിച്ചൊക്കെ, വൈരുദ്ധ്യങ്ങളെക്കുറിച്ചൊക്കെ. സോ ഒരു പ്രീസ്റ്റ് എന്ന് പറയുന്നത് പക്കാ റിലീജിയസ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരാൾ എങ്ങനെയാണ് ഒരു സയൻറ്റിസ്റ്റ് ആവുക എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ട്രൂത്തിൽ വിശ്വസിച്ച് നടക്കുന്ന ആളാണ്. അതല്ലെങ്കിൽ എവിഡൻ്റ് ആയിട്ടൊരു കാര്യം കിട്ടുമ്പോൾ മാത്രം അത് ഉൾക്കൊള്ളുന്ന, വിശ്വസിക്കുന്ന ഒരാളാണ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. കുറേയധികം കണ്ടെത്തലുകളാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളാണെങ്കിലും എംപെരിക്കൽ ട്രൂത്ത്സ് ആണ്. അതായത് എവിഡൻസ് സഹിതം നമുക്ക് ഈ തെളിയിക്കപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷേ പ്രീസ്റ്റ് അതല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയ ഒരു ആൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് വിശ്വാസങ്ങളാണ്. വിശ്വാസങ്ങൾ പലപ്പോഴും തെളിയിക്കപ്പെട്ടത്, കറക്റ്റ് എവിഡൻസോട് കൂടിയിട്ട് തെളിയിക്കപ്പെട്ടത് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ഇദ്ദേഹം ഈ നരേറ്റർ എന്ന് പറയുന്നത് അറ്റ് ദി സെയിം ടൈം ഹീസ് എ സയൻറ്റിസ്റ്റ് ആൻഡ് പ്രീസ്റ്റ്. അപ്പോൾ അത് എങ്ങനെ, അതല്ലെങ്കിൽ അതിലുള്ളൊരു കാര്യം അതൊരു ഡൈജസ്റ്റ് ആവുന്നില്ല, കൂടെ വന്ന ട്രാവലേഴ്സിന് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. The problem is that they misunderstand religion according to the priest. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ the problem is that they misunderstand religion. അവർ റിലീജിയനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് according to the priest. Jesuits, he says, love science. Ever since the 18th century, Jesuits have shaped scientific discoveries. So Jesuits, അദ്ദേഹം പറയുകയാണ്, ജെസ്യൂട്ട്സ് ഹി സെസ് ലവ് സയൻസ്. അവർ സയൻസിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട്. ആൻഡ് എവർ സിൻസ് ദ 18th century ജെസ്യൂട്ട്സ് ഹാവ് ഷേപ്പ്ഡ് സയൻറ്റിഫിക് ഡിസ്കവറീസ്. അതായത് 18th century മുതൽ അല്ലെങ്കിൽ അത് തൊട്ട് ഈ പറയുന്ന ജെസ്യൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സയൻറ്റിഫിക് ഡിസ്കവറീസൊക്കെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. ആൻഡ് ദർ ഈസ് നത്തിങ് ന്യൂ അബൌട്ട് ലിങ്കിങ് റിലീജിയൻ ആൻഡ് സയൻസ്. അദ്ദേഹം പറഞ്ഞു വരുന്നൊരു കാര്യം, സയൻസും റിലീജിയനും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യവും അല്ലെങ്കിൽ യാതൊരു കാര്യവും ഇല്ല എന്ന് പറയുകയാണ്. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. അതായത് ജെസ്യൂട്ട്സുകളായിട്ടുള്ള അല്ലെങ്കിൽ പ്രീസ്റ്റുകളും സയൻസിനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് പറയുകയാണ്. വാട്ട് എവർ ദ ആസ്ട്രോഫിസിസിസ്റ്റ് തിങ്ക്.
Then the priest discusses his report and why he is aboard the shuttle. സോ പ്രീസ്റ്റ് തൻ്റെ റിപ്പോർട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വൈ ഹി ഈസ് അബോർഡ് ദ ഷട്ടിൽ. ഈ അബോർഡ് എന്ന് പറഞ്ഞാലും അതുപോലെ ഷട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഇസ് സ്പേസ് ഷിപ്പ്, അതായത് അവർ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ബഹിരാകാശ വാഹനം, പേടകം, അതാണ് ഈ വാക്കുകളോട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹി ലെഡ് ദ ക്രൂ ടുവേർഡ്സ് ദ മിസ്റ്റീരിയസ് ഫീനിക്സ് നെബുല. ഇദ്ദേഹം തൻ്റെ എക്സ്പ്ലോറേഴ്സുമായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇവരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എങ്ങോട്ടേക്കാണ്? എ മിസ്റ്റീരിയസ് ഫീനിക്സ് നെബുല. എന്താണ് ഈ ഫിനിക്സ് നെബുല? ഫിനിക്സ് നെബുല എന്ന് പറയുന്നത് കൺസ്റ്റലേഷൻ, അതായത് നക്ഷത്ര സമൂഹം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതാണ് ഈ നെബുല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ആൻഡ് ഓവർ 2000 years ago ദിസ് കോസ്മിക് ബോഡി ഡ്രിഫ്റ്റഡ് ക്ലോസ് ഇനഫ് ടു എർത്ത് ഫോർ പീപ്പിൾ ടു സീ ഇറ്റ്സ് ബ്രൈറ്റ് ലൈറ്റ്സ്. അദ്ദേഹം പറയുകയാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഓവർ 2000 years ago 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത്, ഈ ഒരു കോസ്മിക് ബോഡി എന്ന് പറയുന്നത് കുറച്ചുകൂടി എർത്തിൻ്റെ അടുത്തായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ ബ്രൈറ്റ് ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട് പറ്റിയിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ കുറച്ചുകൂടി അടുത്തായിരുന്നു പണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ക്വസ്റ്റനിങ് ദ യൂണിവേഴ്സ് എന്നുള്ള ആ ഒരു അതായത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ആ ഒരു ചാപ്റ്ററിൽ, ഫസ്റ്റ് സെമസ്റ്ററിലെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇങ്ങനത്തെ ഒരു പോയിൻ്റ്. അപ്പോൾ കുറച്ചുകൂടി അടുത്ത, പിന്നീട് അകലം വിട്ട് പോവുകയാണ്, ഒരു ഡിസ്റ്റൻസിലേക്ക് പോവുകയാണ് എന്നുള്ളതൊക്കെ നമ്മളന്ന് അപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ ഇദ്ദേഹം പറയുകയാണ്, ഈ ഒരു നെബുല അതല്ലെങ്കിൽ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എർത്തിൻ്റെ അടുത്തായിരുന്നു കുറേ മുമ്പ്, അതായത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചുകൂടി ഇത് അടുത്തായിരുന്നു എന്ന് പറയുകയാണ്. There is nothing special about the Phoenix Nebula, at least not on the cosmic scale. It is a small nebula with only a single star at its center and the star is dying. സോ ഫിനിക്സ് നെബുലയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ചൊന്നും അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഈ ഒരു ഇറ്റ് ഈസ് എ സ്മാൾ നെബുല വിത്ത് ഓൺലി എ സിംഗിൾ സ്റ്റാർ അറ്റ് ഇറ്റ്സ് സെൻറ്റർ. സോ ഒരു സിംഗിൾ സ്റ്റാർ, സെൻറ്ററിൽ ഒരു സിംഗിൾ സ്റ്റാർ ഉള്ള ഒരു കൺസ്റ്റലേഷൻ, ഒരു നക്ഷത്ര സമൂഹമാണ് അത് എന്ന് പറയുന്നത്. ബട്ട് ആൻഡ് ദ സ്റ്റാർ ഈസ് ഡൈയിങ്. പക്ഷേ ആ ഒരു സ്റ്റാർ ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുകയാണ്. The priest pauses to reflect on the holy Jesuit order. He envies the earlier priest because they did not travel into space. അപ്പോൾ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഈ ഒരു സ്പേസ് യാത്ര നടത്തുന്നതിന് മുമ്പുള്ള അദ്ദേഹമല്ല ഇപ്പോൾ. കാരണങ്ങൾ കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം അടുത്ത് കണ്ടപ്പോൾ, നക്ഷത്ര സമൂഹങ്ങളെയും ഗ്രഹങ്ങളെയും പിന്നെ അദ്ദേഹം കണ്ടുപിടിച്ച കുറേയധികം റിയാലിറ്റികളും ഒക്കെ കണ്ടപ്പോൾ, ഭൂമിയിൽ തങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന കഥകൾ പോലെയല്ല ഇവിടെയുള്ള റിയാലിറ്റി എന്ന് അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ ആ ഒരു മൈൻഡിൻ്റെ ഡിലമ്മ, അതാണ് ഒരു ധർമ്മസങ്കടം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഹീ എൻവൈസ് ദി ഏർലിയർ പ്രീസ്റ്റ്. മുമ്പുള്ള പുരോഹിതന്മാരോടൊക്കെ ഒരു അസൂയ, ഒരു ജലസി അദ്ദേഹത്തിന് തോന്നുകയാണ്. ബിക്കോസ് ദേ ഡിഡ് നോട്ട് ട്രാവൽ ഇൻ ടു സ്പേസ്. അവരാരും ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് വന്നിട്ടില്ല. അതുകൊണ്ട് അവരുടെ വിശ്വാസവുമായിട്ട് മുറുകെ പിടിച്ച് ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. താൻ ഇവിടെ വന്നപ്പോൾ കുറേയധികം കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയപ്പോൾ താൻ ഇതുവരെയും വിശ്വസിച്ചിരുന്ന വിശ്വാസങ്ങളൊക്കെ വെറും വിശ്വാസങ്ങളായി മാത്രം മാറുന്നതാണല്ലോ എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ആ ഒരു മെൻ്റൽ സ്ട്രഗിൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുകയാണ്. ഹാവിങ് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് റുഡിമെൻ്ററി നോളേജ്. ലിമിറ്റഡ് റിസോഴ്സസ്, വളരെ ലിമിറ്റഡ് റിസോഴ്സസും അതുപോലെ തന്നെ റുഡിമെൻ്ററി നോളേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വികസിക്കാത്ത അല്ലെങ്കിൽ പ്രാരംഭഘട്ടത്തിലൊക്കെയുള്ള നോളേജ്, അതിനെ നമ്മൾ റുഡിമെൻ്ററി നോളേജ് എന്ന് പറയാം. അപ്പോൾ അത്തരം നോളേജൊക്കെ ആയിട്ട് നിൽക്കുന്ന അവരോടൊരു അസൂയ തോന്നുകയാണ്. ഏതുപോലെ നമ്മൾ ഈ കുട്ടിക്കാലത്തിനോട് എപ്പോഴും ആൾക്കാർക്കൊരു പ്രിയം തോന്നും, കുട്ടികളോട് അസൂയയും തോന്നും. കാരണം ആ സമയത്ത് വേറെ ഒന്നും ചിന്തിച്ച് നടക്കണ്ടല്ലോ, വേറെ പ്രാരാബ്ധങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, ഫുൾ ഹാപ്പി ആയിട്ട് അവരുടെ കുഞ്ഞു കുഞ്ഞു വിശ്വാസങ്ങളുമായിട്ട് മുറുകി പിടിച്ച് പോകുന്നു. ഓക്കെ, വലുതാവുന്ന സമയത്ത് അല്ലെങ്കിൽ വലുതായി നിൽക്കുന്ന ഒരാൾ അവരെ കണ്ട് അസൂയപ്പെടുന്നത് പോലെ ഇവിടെ ഈ ഒരു സ്പേസ് ഷിപ്പ് നടത്തിയ കുറേയധികം നോളേജുകളൊക്കെ, അറിവുകളൊക്കെ സമ്പാദിച്ച് സ്പേസ് യാത്രയൊക്കെ നടത്തി ഈ നക്ഷത്ര സമൂഹങ്ങളെയൊക്കെ നേരിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നുകയാണ്, ഷടാ വരണ്ടില്ലായിരുന്നു, ഭൂമിയിൽ ഈ ഒരു അറിവുകളൊന്നും ഇല്ലാതെ റുഡിമെൻ്ററി നോളേജുമായിട്ട് ഈ ഒരു സ്പേസ് യാത്ര നടത്താത്ത ഒരുപാട് പ്രീസ്റ്റുകൾ അങ്ങ് ഭൂമിയിലുണ്ട്. അവർ ഈ പറയുന്ന പോലെ റിയാലിറ്റി ഒന്നും കാണാത്തത് കൊണ്ട്, ഇതിങ്ങനെയാണ് എന്നൊന്നും കാണാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ അറിയാത്തത് കൊണ്ട് അവരുടെ കുഞ്ഞു കുഞ്ഞു വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. They did not face the existential questions that priest must now confront.
സോ അവർക്ക് എന്തില്ല, ദേ ഡിഡ് നോട്ട് ഫേസ് എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ്. അവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിലമ്മ, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ ഒന്നും അവരുടെ മനസ്സിൽ ഇല്ല. ഓക്കെ, കാരണം അവർ ഈ പറഞ്ഞ പോലെ ഒരുപാട് സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടൊക്കെയുള്ള വിശ്വാസങ്ങളുമായി പേർ ജീവിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ വന്ന് ഇതൊക്കെ നേരിൽ കാണുന്ന സമയത്താണ് വിശ്വസിച്ച് വെച്ച കാര്യങ്ങളല്ല റിയാലിറ്റി എന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം. സോ അങ്ങനെ ഒരു മെൻ്റൽ സ്ട്രഗിളിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ, ഈ ഒരു മെൻ്റൽ സ്ട്രഗിൾ അനുഭവിച്ചിട്ടില്ലാത്ത, ഈ യാത്ര നടത്തിയിട്ടില്ലാത്ത റുഡിമെൻ്ററി നോളേജുള്ള ആ പ്രീസ്റ്റ് അല്ലെങ്കിൽ ആ ജനങ്ങളോട് ഇദ്ദേഹത്തിന് അസൂയ തോന്നുകയാണ്. ഹീ ഇൻവാർഡ്ലി മീൻസ് ഹീ ആസ്ക്ഡ് ഹിംസെൽഫ്, അതായത് സ്വയം ചോദിക്കുക. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെ ഹീ ഇൻവാർഡ്ലി ആസ്ക് ദീസ് പ്രീസ്റ്റ് ഇഫ് ദേ കുഡ് ബിലീവ് ഇൻ ഗോഡ് വൈൽ സീയിങ് ദ യൂണിവേഴ്സ് ഫ്രം ഹിസ് പെർസ്പെക്റ്റീവ്. ഓക്കെ, സോ ഹി ആസ്ക് ദീസ് പ്രീസ്റ്റ് ഇഫ് ദേ കുഡ് ബിലീവ് ഇൻ ഗോഡ്. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ആ പ്രീസ്റ്റുകളുണ്ടല്ലോ, ആ ജനങ്ങളുണ്ടല്ലോ, അവർ ഈ പറയുന്നത് പോലെ, ഞാൻ കാണുന്നത് പോലെ എൻ്റെ ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഇവിടെ നിന്ന് ഈ യൂണിവേഴ്സിനെ നോക്കി കാണുമ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിക്കുമോ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസവും ഉടഞ്ഞു പോകുമോ എന്നൊക്കെ ഇയാൾ ചിന്തിക്കുകയാണ്. ആസ് ദ ഷിപ്പ് ഡ്രിഫ്റ്റ് ever closer to earth, the priest spends time reflecting on his findings. സോ ഈ പറഞ്ഞ പോലെ ഇവർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എക്സ്പ്ലോറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അനലൈസ് ചെയ്യുന്നുണ്ട്, കുറേ ഡാറ്റാസ് അനലൈസ് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റേതായുള്ള കുറേ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ അദ്ദേഹം അനലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി ടോക്സ് അബൌട്ട് ദ ഫീനിക്സ് നെബുല ആൻഡ് സൂപ്പർനോവാസ് മോർ ജനറലി. ഈ സൂപ്പർനോവ എന്ന് പറയുന്നത് എന്താണ്? നെബുല എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നക്ഷത്ര സമൂഹമാണ്. ഈ സൂപ്പർനോവാസ് എന്ന് പറയുന്നത് മാസീവ് എക്സ്പ്ലോഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ എ സ്റ്റാർ ഡൈസ്. അതായത് നക്ഷത്രങ്ങൾ കെടുന്ന സമയത്ത്, അതായത് നക്ഷത്രങ്ങൾ കത്തിത്തീരുന്നത്, അല്ലെങ്കിൽ അത് നക്ഷത്രങ്ങളുടെ മരണം എന്ന് പറയുന്നത് ഒരു പൊട്ടിത്തെറിയിലാണെന്ന് പറയാറുണ്ട്, സയൻസ് പറയുന്നതാണ്. ഓക്കെ, സോ ആ ഒരു മാസീവ് എക്സ്പ്ലോഷൻ, ഒരു നക്ഷത്രം മരിക്കുന്ന സമയത്തുള്ള ആ ഒരു മാസീവ് എക്സ്പ്ലോഷൻ, അതിനെയാണ് നമ്മൾ സൂപ്പർനോവാസ് എന്ന് പറയുന്നത് കേട്ടോ. എ സൂപ്പർനോവ ഈസ് എ സ്റ്റാർ ദാറ്റ് ബേൺസ് ബ്രൈറ്റർ ദാൻ ഓൾ അതേഴ്സ്. സോ മറ്റുള്ള നക്ഷത്രങ്ങളെക്കാട്ടിലും നല്ല ബ്രൈറ്റായിട്ട് കത്തിജ്വലിക്കാനായിട്ട് ഒരു സൂപ്പർനോവയ്ക്ക് പറ്റും. And inside the Phoenix Nebula, a supernova appears a few times every 1000 years. അപ്പോൾ ഈ ഒരു നെബുല, ഫീനിക്സ് നെബുല എന്ന് പറഞ്ഞ നക്ഷത്ര സമൂഹം, അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഇതേപോലെ സൂപ്പർനോവ പ്രതിഭാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, എ ഫ്യൂ ടൈംസ് എവറി 1000 years, എല്ലാ 1000 വർഷങ്ങൾക്കുള്ളിലും അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ കുറച്ച് സമയങ്ങളിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇതേപോലത്തെ സൂപ്പർനോവകൾ ഉണ്ടാവാറുണ്ട് എന്ന് പറയുകയാണ്. നക്ഷത്ര സമൂഹങ്ങളുടെ ഇടയിൽ ഈ പറഞ്ഞ പോലെ നക്ഷത്രങ്ങൾ മരിക്കുമ്പോൾ ഉള്ള പൊട്ടിത്തെറി ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ നൗ ഇതിൻ്റെ ബാക്കി ഭാഗം തുടർന്നുള്ളൊരു ക്ലാസ്സിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. സോ അതിന് മുന്നോടിയായിട്ട് ഇതുവരെയും നമ്മൾ എന്താണോ പറഞ്ഞത് ആ ഒരു കാര്യം ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് സമ്മപ്പ് ചെയ്യുകയാണ്, പോയിൻ്റ് വൈസ് ആയിട്ട്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ്, ദ നെറേറ്റർ ഓഫ് ദ സ്റ്റോറി ഈസ് ആൻ ആസ്ട്രോഫിസിസിസ്റ്റ് ആൻഡ് എ പ്രീസ്റ്റ്. അപ്പോൾ ഈ കഥയിലുള്ള നെറേറ്റർ എന്ന് പറയുന്നത്, ഈ സ്റ്റോറിയിലെ നെറേറ്റർ എന്ന് പറയുന്നത് ഒരു ആസ്ട്രോഫിസിസിസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു പ്രീസ്റ്റും കൂടിയാണ്. ആൻഡ് ദ സെക്കൻഡ് പോയിൻറ്റ്, ഹീ ട്രാവൽസ് ടു സ്പേസ് വിത്ത് എ ടീം. തൻ്റെ ടീമിൻ്റെ കൂടെ അദ്ദേഹം സ്പേസിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. ആൻഡ് ദ തേർഡ് പോയിൻറ്റ്, ഹീ സീസ് നെബുല, സൂപ്പർനോവ ആൻഡ് അൺനോൺ യൂണിവേഴ്സ് ഡയറക്ട്ലി. സോ അദ്ദേഹം ഈ പറയുന്ന നെബുല, സൂപ്പർനോവ, അതുപോലെ തന്നെ പ്രപഞ്ചം, ഇതിനൊക്കെ നേരിട്ട് കാണുന്നു. ആൻഡ് ദ ഫോർത്ത് പോയിൻറ്റ്, വെൻ ഹീ വാച്ചസ് ദീസ് ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡ് ഫെയ്ഡ്സ്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം നേരിട്ട് കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ദൈവത്തിലുള്ളൊരു വിശ്വാസത്തിന് മങ്ങലേൽക്കുന്നു. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻറ്റ്, ഹീ ഫീൽസ് മെൻ്റൽ സ്ട്രഗിൾ ആൻഡ് എവൈസ് The next point, he feels mental struggle and envies. The next point, he feels mental struggle and envies. The next point, he feels mental struggle and jealous on the priest in his land who haven't seen this, believes in God's mercy and lives happily. സോ ഇത് ഇദ്ദേഹത്തിന് നൽകുന്ന ഒരു മെൻ്റൽ സ്ട്രഗിൾ കാരണം അദ്ദേഹത്തിന് തൻ്റെ ലാൻഡിലുള്ള പ്രീസ്റ്റിനോട് അസൂയ തോന്നുകയാണ്.
അതായത് തൻ്റെ ലാൻഡിലുള്ള ഈ കാര്യങ്ങളൊന്നും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ കരുണയിലൊക്കെ ഇപ്പോഴും വിശ്വസിച്ച് ജീവിക്കുന്ന, ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ആ പ്രീസ്റ്റിൽ അദ്ദേഹത്തിന് അസൂയ തോന്നുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് പോയിൻറ്റ്, ഹി ടോക്സ് അബൌട്ട് സൂപ്പർനോവ, ദ മാസീവ് എക്സ്പ്ലോഷൻ ഓഫ് സ്റ്റാർ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. സോ ഏറ്റവും ലാസ്റ്റിൽ സൂപ്പർനോവയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. സൂപ്പർനോവയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്.